പ്രതിരോധ മേഖല ഇന്ന് ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. ഒരിക്കൽ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ലോകോത്തര നിലവാരമുള്ള ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്ന കരുത്തരായി മാറിക്കഴിഞ്ഞു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ലോകേഷ് മെഷീൻസ് ലിമിറ്റഡ് നമ്മുടെ കേന്ദ്രസേനയായ സായുധ സീമ ബെല്ലിന് വേണ്ടി 9.5 കോടി രൂപയുടെ കരാർ സ്വന്തമാക്കിയിരിക്കുന്നു. ഇത് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയുടെ സ്വന്തം ആസ്മി സബ്മെഷീൻ ഗണ്ണുകൾ നമ്മുടെ അതിർത്തികൾ കാക്കാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ വിളംബരമാണ്. ഇന്ത്യൻ സ്വകാര്യ മേഖല പ്രതിരോധ രംഗത്ത് എത്രത്തോളം വളർന്നു എന്നതിന്റെ വലിയൊരു തെളിവ് കൂടിയാണിത്. എന്താണ് ഈ തോക്കിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത് മറ്റു തോക്കുകളേക്കാൾ മികച്ചതാവുന്നത്? നമുക്ക് നോക്കാം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത തോക്ക് പൂർണ്ണമായും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തതാണ്. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് റൗണ്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പോളിമർ ഫ്രെയിം ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഭാരം വളരെ കുറവാണ്. ദീർഘദൂരം തോക്ക് ഏന്തി നടക്കേണ്ടി വരുന്ന അതിർത്തി രക്ഷാ സേനയ്ക്ക് ഇത് വലിയ ആശ്വാസമാണ്. ഇടതു കൈകൊണ്ടും വലതു കൈകൊണ്ടും ഒരുപോലെ സുഗമമായി പ്രവർത്തിപ്പിക്കാം. കുറഞ്ഞ റീകോയിൽ ഉള്ളതിനാൽ വെടിയുതിർക്കുമ്പോൾ തോക്ക് അധികം തെന്നി മാറാറില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ലക്ഷ്യം കാണാൻ സാധിക്കും. സാധാരണയായി തോക്കുകൾ നിർമ്മിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫാക്ടറികളിലാണ്. എന്നാൽ ഇവിടെയാണ് ലോകേഷ് മെഷീൻസ് എന്ന ഹൈദരാബാദ് കമ്പനി വ്യത്യസ്തമാകുന്നത്. ഇവർ നേരത്തെ തന്നെ മിസൈലുകൾക്കും വിമാനങ്ങൾക്കും ആവശ്യമായ ഭാഗങ്ങൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇത്തരമൊരു സ്വകാര്യ കമ്പനിക്ക് 9.5 കോടി രൂപയുടെ കരാർ ലഭിക്കുന്നത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ വിജയമാണ്. വിദേശ കമ്പനികളായ സിംഗ്സോവർ പോലെയുള്ളവയോട് കിടപിടിക്കുന്ന ഫിനിഷിങ്ങും ഗുണമേന്മയുമാണ് ആസ്മിക്ക് ഉള്ളതെന്ന് ട്രയലുകളിൽ തെളിഞ്ഞതാണ്. നേപ്പാൾ ഭൂട്ടാൻ അതിർത്തികൾ കാക്കുന്ന സേനയാണ് SSB. പർവ്വതങ്ങളും കാടുകളും നിറഞ്ഞ ഈ മേഖലകളിൽ പെട്ടെന്നുള്ള നീക്കങ്ങൾ നടത്താൻ വലിപ്പം കുറഞ്ഞതും എന്നാൽ പ്രഹരശേഷി കൂടിയതുമായ തോക്കുകൾ വേണം. അതിനാലാണ് SSBക്ക് ഈ തോക്കുകൾ നൽകുന്നത്. കൊടും ചൂടിലും തണുപ്പിലും ഈ തോക്ക് ഒരുപോലെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള പിക്കാച്ചിനി റെയിലുകൾ വഴി രാത്രിയിൽ കാഴ്ച നൽകുന്ന നൈറ്റ് വിഷൻ ഉപകരണങ്ങളും ടെലിസ്കോപ്പുകളും എളുപ്പത്തിൽ ഘടിപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തോടെ പ്രതിരോധ ഉപകരണങ്ങളുടെ 75% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണിത്. ആസ്മി തോക്കുകൾ ഇപ്പോൾ ലോകേഷ് മെഷീൻസ് വഴി പുറത്തിറങ്ങുമ്പോൾ ഭാവിയിൽ CRPF, BSF തുടങ്ങിയ വമ്പൻ സേനകളും ഈ തോക്കുകൾക്കായി കരാർ നൽകാൻ സാധ്യതയുണ്ട്. ഇതോടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയം ലാഭിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ചുരുക്കത്തിൽ ഹൈദരാബാദിലെ ലോകേഷ് മെഷീനും DRDOയും ചേർന്ന് ഒരുക്കിയ ഈ ആസ്മി തോക്കുകൾ വെറും ഒരു ആയുധമല്ല, ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തോക്കുകൾക്കായി കാത്തു നിന്നിരുന്ന കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അതിർത്തികൾ കാക്കാൻ നമ്മുടെ അത്യാധുനിക ആയുധങ്ങൾ സജ്ജമാകുന്നു. നമ്മുടെ ജവാന്മാരുടെ കൈകളിൽ ഈ തദ്ദേശീയ കരുത്തെത്തുമ്പോൾ രാജ്യം കൂടുതൽ സുരക്ഷിതമാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.